5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. നേരത്തെ നിധി എന്ന് ആരോ വിളിക്കുന്നത് ഞാൻ കേട്ടു തന്നെയാ. ഞാൻ കണ്ടതും നിധിയും നിർമ്മലയും തന്നെയാ. അവരിതെങ്ങനെ ഇവിടെ വന്നു? ഇനി അവരായിരിക്കില്ലേ? അല്ല, അത് നിധി തന്നെയാ. ഗൗതം വരുമ്പോഴേക്കും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. കണ്ടെന്നാ തോന്നുന്നത്. നിധിന്ന് ശാരിക വിളിച്ചതും കേട്ട് കാണും. അമ്മ നമ്മളെ അന്വേഷിച്ചാ നടക്കുന്നതെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും നിധി? ഒന്നും ചെയ്യാനില്ല, നമുക്കിവിടെ പതുങ്ങി നിൽക്കാം. കുറച്ചുനേരം അന്വേഷിച്ചിട്ട് അമ്മ അങ്ങ് പൊയ്ക്കോളും. ഒരു കാര്യം ചെയ്യാം, നിധി ഒന്ന് വിളിച്ചു നോക്കാം. അയ്യോ, പാറൊന്ന് വിളിക്കുന്നു. ഇവിടെ എവിടെയോ ഫോൺ ബെല്ലടിച്ചല്ലോ. നിധി ഇവിടെ എവിടെയോ തന്നെയുണ്ട്. നിധി എങ്ങോട്ട് പോവാ? വസുന്ധരന്റെ അകത്ത് കയറിയ സ്ഥിതിക്ക് വാതിക്കലാരും കാണില്ല. നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കാം. എന്താടി നിനക്കെന്താടി ഇവിടെ പരിപാടി? നിന്നെയും വിളിച്ചോണ്ട് ഇവളെന്തിനാ അമ്പലത്തിലേക്ക് വന്നത്? എന്താ മറുപടിയൊന്നും പറയാനില്ലേ? രണ്ടുപേരും കൂടി എന്തിനാ ഇവിടേക്ക് വന്നതെന്ന്? എല്ലാവരും അമ്പലത്തിൽ വരുന്ന എന്തിനാ? പ്രാർത്ഥിക്കാൻ. അതിന് തന്നെയാ ഞങ്ങളും വന്നത്. ആഹാ, അത് കൊള്ളാലോ. ഇതൊരു പ്രത്യേകതരം പ്രാർത്ഥനയാണല്ലോ, ഒളിച്ചിരുന്നുള്ള പ്രാർത്ഥന. പറയടി, ഒളിഞ്ഞും മറഞ്ഞും നടന്നാണോ സാധാരണ എല്ലാവരും അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? ആന്റി വാ, നമുക്ക് പോവാം. നിക്കടി അവിടെ. എങ്ങോട്ടാ ഈ രക്ഷപ്പെട്ടു പോകുന്നത്? നീ ഒളിഞ്ഞോ മറഞ്ഞോ കിടന്നോ എഴഞ്ഞോ ഒക്കെ പ്രാർത്ഥിച്ചോ, അതൊന്നും എന്റെ സബ്ജക്റ്റേ അല്ല. പക്ഷേ നിന്റെ അമ്മ ചാവാൻ കിടക്കുന്നു പറഞ്ഞ് വീട്ടിലേക്ക് പോയെന്നാണല്ലോ ഗൗതം പറഞ്ഞത്. ആ നീ എങ്ങനെയാടി അമ്പലത്തിലേക്ക് വന്നത്? പറയാനുള്ള പുതിയ കള്ളങ്ങൾ ആലോചിക്കുകയായിരിക്കും രണ്ടെണ്ണോ, അല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവൾ ഈശ്വരമംഗലത്തെ അടുക്കളപ്പണിക്ക് നിന്നവളല്ലേ? ഇവളുമായിട്ടാണോ നിന്റെ സഹവാസം? ഇവളാരാ? നിന്റെ അടുത്ത ബന്ധുവല്ലോ ആണോ? നിനക്കെന്താടി ഇവളുടെ കൂടെ കാര്യം? വീട് വിട്ട് ഇറങ്ങി പോയവളല്ലേ നീ? മറുപടി പറയടി. അത് പിന്നെ നിധി പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വന്നാണെന്ന്. അതൊക്കെ എനിക്ക് മനസ്സിലായി. തൊഴുതുന്ന രീതിയും ഞാൻ കണ്ടു. അതൊക്കെ വിട്. ഒറ്റ കാര്യം എനിക്ക് ക്ലിയർ ആക്കി തന്നാ മതി. നീ പറഞ്ഞിധി, അമ്മയെ കാണാൻ പോയ നീ എങ്ങനെയാ ഇവളുടെ കൂടെ ഇവിടെ എത്തിയത്? നിങ്ങളിലൊരു കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഒളിഞ്ഞും മറഞ്ഞും നടക്കേണ്ട കാര്യമില്ലല്ലോ. മാഡം, ഒളിഞ്ഞും മറഞ്ഞും നടക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ എന്റെ അമ്മ ചാവാൻ കിടക്കുകയാണോ, ഞാൻ അമ്പലത്തിൽ വന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണം, ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എന്താടി അഹങ്കാരം കാണിക്കണോ നീ? ഇതിൽ അഹങ്കാരമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞങ്ങൾ പോട്ടെ. വാ ആന്റി.
നിക്കടി, നിന്നെ അങ്ങനെ വിടാനുള്ള ഉദ്ദേശം എനിക്കില്ല. ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള നിന്റെ വെപ്രാളം കാണുമ്പോഴേ എനിക്കറിയാം എന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ആ കള്ളം ഞാനിന്ന് പൊളിക്കും. എങ്കിലൊരു കാര്യം ചെയ്യും, അമ്പലത്തിന് പുറകിൽ മഷി നോക്കുന്ന ഒരാളിരിപ്പുണ്ട്. എന്നിട്ട് അയാളോട് ചെന്ന് ചോദിക്കും, നിധി കാണിക്കുന്ന കള്ളം എന്താണെന്ന് അയാൾ പറഞ്ഞു തരും. ഞങ്ങൾക്കേ വേറെ പണിയുണ്ട്. ആന്റി, എടി, നിന്നെ ഇന്ന് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ സർവ്വ കള്ളവും ഞാനിന്ന് പൊളിക്കും. എടുത്തി 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 ഒന്നിങ്ങ് വന്നേ. എടുത്തി എടുത്തി ഇങ്ങ് വന്നേ. ദേ, ഇങ്ങോട്ട് വരാൻ. നിന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞേ. എടുത്തി ഇങ്ങോട്ട് വാ. നിക്കടി, വിടാൻ. നിക്കാൻ. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നത്? വെറുതെ വന്നൊന്നും അല്ല എടുത്തി. ഞാൻ നോക്കുമ്പോ രണ്ടെണ്ണവും കൂടി ഒളിച്ചു നിൽക്കായിരുന്നു. ഞാൻ രണ്ടെണ്ണത്തെയും കൈയോടെ പിടികൂടിയതാ. ബാക്കി കാര്യങ്ങളൊക്കെ ഏട്ടത്തി തന്നെ ചോദിച്ചു മനസ്സിലാക്കിക്കോ. അപ്പോ നേരത്തെ ഞാൻ കണ്ടത് നിങ്ങളെ തന്നെയായിരുന്നല്ലേ? അപ്പൊ തന്നെ ഞാൻ ഗൗതമിനോട് പറഞ്ഞത് നിങ്ങൾ രണ്ടും ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ അവൻ പറഞ്ഞത് നീ നിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരിക്കുവാന്ന്. പറഞ്ഞിതി, നീ ഇവളുടെ കൂടെ എങ്ങനെയാ ഇവിടെ വന്നത്? പറഞ്ഞു കൊടുക്ക്. ഏട്ടത്തി ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ നിധി നീ അമ്മയുടെ വീട്ടിലേക്ക് പോവാണെന്ന് കള്ളം പറഞ്ഞത്? ഇവളുടെ കൂടെ നീ എങ്ങനെ ഇവിടെ എത്തിയത്? പറ. അമ്മ, അത് ഞാൻ ഇനി കിടന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. എന്താന്ന് വെച്ചാ ഉള്ള സത്യം ഒന്ന് തുറന്നു പറ. നീ എന്തിനാ ഇവളുടെ കൂടെ അമ്പലത്തിൽ വന്നത്? പാർവതി, അത് പാർവതി എന്നോ? വീട്ടില് വേലയ്ക്ക് നിന്ന് ഒരുത്തി വീട്ടുടമസ്ഥയെ പേര് പറഞ്ഞു വിളിക്കുന്നോ? അമ്പലമൊന്നൊന്നും നോക്കില്ല, വെച്ചൊരു വീക്ക് വെച്ചൊന്നാണ് ഞാൻ. ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിക്കരുത്. എങ്കിൽ ഏട്ടത്തി ചോദിച്ചതിന് മറുപടി പറയടി. ഇത്ര സ്നേഹം കാണിച്ച് കൂടെ കൊണ്ട് നടക്കാനും ഒളിപ്പിച്ചു വെക്കാനും ഇവള് നിന്റെ ആരാ? പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. എന്തിനാ നിധി, എന്തിനാ നീ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞിറങ്ങിയിട്ട് ഈ പണി കാണിച്ചത്? ഈ നിർമ്മലയെ പിടിക്കാനാണല്ലോ CKC നടക്കുന്നത്.